186 ദിവസങ്ങളിൽ സുൽത്താൻ അൽ നിയാദി ഭൂമിക്ക് ചുറ്റും സഞ്ചരിച്ചത് 2976 തവണയാണ്. ദിവസവും 16 സൂര്യോദയങ്ങളും അത്ര തന്നെ സൂര്യാസ്തമയങ്ങളും കണ്ടുകൊണ്ടുള്ള മനോഹര യാത്ര അവസാനിപ്പിച്ച് ദൗത്യം പൂർത്തിയാക്കി സുൽത്താൻ സുരക്ഷിതനായി തിരികെ ഭൂമിയിലെത്തി. ആരാണ് സുൽത്താൻ അൽ നിയാദി? എന്താണ് യുടെ സ്പേസ് മിഷൻ? മാർച്ച് 2 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് തീഗോളത്തെ തള്ളിമാറ്റി മേഘങ്ങളെ കീറിമുറിച്ച് സ്പേസ് എക്സ് പേടകം ബഹിരാകാശ നിലയം ലക്ഷ്യമാക്കി കുതിച്ചു. അറബ് ലോകത്തിന്റെ ഏറ്റവും ദൈർഘ്യമേറിയ ബഹിരാകാശ ദൗത്യത്തിനാണ് അന്ന് തുടക്കം കുറിച്ചത്. സുൽത്താൻ അൽ നിയാദി ആകാശം നീന്തിക്കടന്ന് ചരിത്രത്തിൽ പുതിയൊരു അധ്യായം എഴുതുകയായിരുന്നു അയാൾ. അറബ് നാടിന്റെ സുൽത്താൻ, യുടെ ബഹിരാകാശ യാത്രികൻ. അറബ് ലോകം മുഴുവൻ നിയാദി എന്ന അച്ചുതണ്ടിൽ കേന്ദ്രീകരിച്ച നിമിഷങ്ങൾ. അയാളുടെ വിജയത്തിനായി അവർ കൈകൾ കോർത്തു പിടിച്ചു. ഭൂമിയിൽ നിന്ന് പുറപ്പെട്ട് 25 മണിക്കൂറിന് ശേഷം പേടകം ബഹിരാകാശ നിലയത്തിലെത്തി. ദൗത്യം വിജയകരം. സ്പേസ് സെന്ററിൽ നിന്ന് അറിയിപ്പ് പുറത്തു വന്നു. നിയാദിക്ക് ആശംസകൾ അർപ്പിച്ച് യു പ്രസിഡന്റും പ്രധാനമന്ത്രിയും അടക്കം നിരവധി പ്രമുഖർ രംഗത്തെത്തി. ആ ചരിത്ര ദൗത്യത്തിൽ യാത്രികനാകുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. കടമ്പകൾ ഏറെ കടന്ന് 4000-ലധികം പേരിൽ നിന്നാണ് നിയാദിയെ തിരഞ്ഞെടുക്കുന്നത്. ബഹിരാകാശത്ത് ദിവസവും ഞങ്ങൾ 16 സൂര്യോദയങ്ങളും അത്ര തന്നെ സൂര്യാസ്തമയങ്ങളും കാണുന്നു. ഈ വാക്കുകൾ നിയാദിയുടേതാണ്. الكويت دانت الدنيا دبي مثل ما تشوفون جزيرة النخلة وجزيرة جبل علي وباقي الإمارات. ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നിയാദി തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴി ലോകത്തെ കാണിച്ചുകൊണ്ടേയിരുന്നു. അതിനായി ഒരു ക്യാമറയും അദ്ദേഹം ചേർത്ത് പിടിച്ചിരുന്നു. ബഹിരാകാശത്തെ അനുഭവങ്ങൾക്ക് പുറമെ മക്കയുടെയും മദീനയുടെയും ജെറുസലേമിന്റെയും സ്വന്തം ജന്മദേശമായ അല്ലൈന്റെയും പാം ജുമേറയുടെയും ഉൾപ്പെടെ ബഹിരാകാശ ദൃശ്യങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ നിയാദി പങ്കുവച്ചു. 42 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മെയ് 23 അബുദാബിയിലെ അല്ലൈനിലാണ് നിയാദിയുടെ ജനനം. സൈന്യത്തിൽ സേവനമനുഷ്ഠിച്ച പിതാവിന്റെ പാത പിന്തുടർന്ന് സായുധ സേനയിൽ ചേർന്നു. പഠനത്തിൽ മുന്നിൽ നിന്ന നിയാദി അവിടെ നിന്നാണ് കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ നിയോഗിക്കപ്പെടുന്നത്. UK ഉന്നത വിദ്യാഭ്യാസം ആരംഭിച്ച അദ്ദേഹം ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗിൽ ബിരുദം നേടി. UAE തിരിച്ചെത്തി സായുധ സേനയിൽ സേവനമനുഷ്ഠിച്ചു. പഠനത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം അദ്ദേഹത്തെ ബിരുദാനന്തര ബിരുദം നേടുന്നതിനായി ഓസ്ട്രേലിയയിൽ എത്തിച്ചു. IT പോസ്റ്റ് ഗ്രാജുവേഷൻ. തിരികെ എത്തി UAE സായുധ സേനയുടെ നെറ്റ്വർക്ക് സെക്യൂരിറ്റി എഞ്ചിനീയർ പദവിയിൽ. ഒപ്പം 20-ലധികം രാജ്യങ്ങൾ സന്ദർശിച്ചു. വീണ്ടും ഓസ്ട്രേലിയയിലെത്തി IT PhD സ്വന്തമാക്കി. ഗവേഷണ പ്രബന്ധങ്ങൾ പ്രസിദ്ധീകരിച്ചു. 2019 സെപ്റ്റംബറിലായിരുന്നു രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെ യുടെ ആദ്യ ദൗത്യം. അന്ന് ആദ്യ യാത്രികനാകാൻ നിയോഗിക്കപ്പെട്ടത് ഹെസ അൽ മൻസൂരി ആയിരുന്നു. 8 ദിവസങ്ങളാണ് മൻസൂരി ബഹിരാകാശത്ത് ചിലവഴിച്ചത്. 2021 നാസയുടെ ജോൺസൺ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് നിയാദി പരിശീലനം ആരംഭിക്കുന്നത്. നാസയുടെ മിഷൻ കമാൻഡർ സ്റ്റീഫൻ ബോവിംഗ്, പൈലറ്റ് ഗൂഡി ഹോബർഗ്, റഷ്യൻ ബഹിരാകാശ യാത്രികൻ ആൻഡ്രേ ഫിദ്യാദേവ് എന്നിവരാണ് നിയാദിക്കൊപ്പമുള്ളത്. മനുഷ്യനെ വഹിച്ചുള്ള ചാന്ദ്രയാത്രകൾക്കായി തയ്യാറെടുക്കാൻ സഹായിക്കുന്നതുൾപ്പെടെ 280 ഗവേഷണ പരീക്ഷണങ്ങളാണ് സംഘം പൂർത്തിയാക്കുന്നത്. السلام عليكم ورحمة الله وبركاته. اليوم أحدثكم من الإيرلو. ബഹിരാകാശ നിലയത്തിൽ നിന്ന് തത്സമയം വിദ്യാർത്ഥികളോടും മാധ്യമപ്രവർത്തകരോടും സംവദിച്ചു. വെർച്വലായി നിരവധി പരിപാടികളിൽ പങ്കെടുത്തു. ആധുനിക സാങ്കേതിക വിദ്യകൾ അത്ഭുതം സൃഷ്ടിക്കുന്ന ലോകത്ത് ഒരേ സമയം ബഹിരാകാശത്തും ഭൂമിയിലും ജീവിക്കുക തന്നെയായിരുന്നു നിയാദി. സ്പേസ് വോക്ക് നടത്തുന്ന ആദ്യ അറബ് വംശജൻ എന്ന റെക്കോർഡും നിയാദി സ്വന്തം പേരിൽ കുറിച്ചു. 7 മണിക്കൂർ നീണ്ടു നിൽക്കുന്നതായിരുന്നു നടത്തം. ആഗ്രഹത്തോടൊപ്പം കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ എത്ര വലിയ ലക്ഷ്യങ്ങളും കീഴടക്കാനാകുമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തരുന്നു.
ധീരതയുടെ ചുവപ്പും സമാധാനത്തിന്റെ തൂവെള്ളയും പുരോഗതിയുടെ ഹരിതവർണ്ണവും ദൃഢതയുടെ കറുപ്പും നിറങ്ങൾ ചേർത്ത് വെച്ച ആ പതാക അയാൾ ഭൂമിക്ക് മുകളിൽ ഉയർത്തിക്കാണിച്ചപ്പോൾ എമിറാത്തികളുടെ മാത്രമല്ല ഈ രാജ്യത്തെ ഹൃദയത്തിലേറ്റിയവരുടെ അഭിമാനം കൂടിയാണ് വാനോളം ഉയർന്നത്. തോക്കുകളേന്തിയ കൈകൾ കൊണ്ടാണ് അയാൾ ഇന്ന് മാനവരാശിയുടെ പുരോഗതിക്ക് നാഴികക്കല്ലാവേണ്ട പരീക്ഷണങ്ങൾ പൂർത്തിയാക്കുന്നത്. شخصية هذه الجيب هذا ممكن انه يتصل في اي مكان بالمترو. സൈനികനിൽ നിന്ന് ബഹിരാകാശ യാത്രികനിലേക്ക്